ഒട്ടും മീശയില്ലെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നല്ല ഷേപ്പിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിരികം ഒട്ടും വളരുന്നില്ല, അല്ലെങ്കിൽ പിരികം ഒട്ടും തിക്കായിട്ടില്ല, കൺപീലി ഇല്ല, അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മീശ വളരുന്നില്ല, താടി വളരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ നമുക്കിത് ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ, ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ആഴ്ചയെങ്കിലും നിങ്ങളിത് ഇടണം. ഒരാഴ്ച 2 ആഴ്ച ഇട്ട് വെച്ചാൽ ചിലപ്പോൾ ഇത് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ 3, 4, 5 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അത് ആ ഒരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് എന്തായാലും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ പിരികം എന്ന് പറയുന്നത്, എനിക്ക് പിരികം ഉണ്ട് കേട്ടോ. അപ്പോൾ പിരികം കട്ടിയില്ല, അതായത് പിരികത്തിന് ഷേപ്പില്ല, കട്ടിയില്ല, ഉള്ളു കുറവാണെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. എനിക്കും അങ്ങനെ ചെറുതായിട്ട് ഉള്ളു കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കുറേ നാൾ മുമ്പ് തന്നെ ഞാനിത് ട്രൈ ചെയ്തതാണ്. ഇപ്പോഴൊന്നും ഞാൻ ട്രൈ ചെയ്യുന്നില്ല, എനിക്ക് ആവശ്യത്തിനുള്ള പിരികം ഇപ്പം ഉണ്ട്. ഇപ്പം ഞാൻ ട്രൈ ചെയ്യണില്ല കേട്ടോ. മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെമഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഉറപ്പാണ്. പക്ഷെ ഇത് നിങ്ങളിത് 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബോയ്സിനായാലും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും മീശയും താടിയൊക്കെ വളരുന്നില്ല വെച്ച് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ കൺപീലിക്കും നന്നായിട്ട് വളരാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് വീട്ടിൽ കിട്ടുന്ന ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. സവോള എടുക്കരുത്, ചെറുള്ളി തന്നെ വേണം. ചെറുള്ളിയാണ് നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ചെറുള്ളി അതൊരു 5-6 എടുത്ത് ഇതുപോലെ ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ചതയ്ക്കണം എന്നില്ല, നമുക്കതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവാണ് കേട്ടോ. ഒരു 4-5 ഗ്രാമ്പു നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്യുമ്പോൾ ചേർക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ നീരൊന്നും ഇറങ്ങില്ല. ഇതാകുമ്പോൾ നമുക്ക് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീര്, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണോ, എന്ത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒന്നും കൂടി ചേർക്കണം, വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി ചേർക്കണം. അത് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാണ്ടിരുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വെള്ളം വയ്ക്കുക, അതിലേക്ക് നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ ഈ ജ്യൂസ് ആക്കിയിട്ട് നമ്മളതിലേക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് കൊടുത്ത് വെച്ചാൽ അതിൻ്റെ നീരൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ വേണം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിരികത്തിൽ ഒരു ബഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഷേപ്പിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിരികമൊക്കെ ഉള്ളു കുറവാണ്, പിരികത്തിന് ഒട്ടും ഷേപ്പില്ല, അല്ലെങ്കിൽ പിരികം ഒട്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിനൊരു ഭംഗി ഉണ്ടാവില്ല. പിരികം നല്ല കട്ടിയോടെ നമ്മളത് ത്രെഡൊക്കെ ചെയ്ത് വെച്ച് നല്ല ഷേപ്പിലിരിക്കുമ്പോൾ പിരികം നമ്മളൊന്ന് സ്കിൻ നല്ല മുഖം നന്നായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ നല്ല ഭംഗിയോടെ പിരികം വളരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, വൈറ്റമിൻ ഇ ഞാൻ ചേർത്തിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ല. അത് നിങ്ങൾ എന്തായാലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മളിതിൽ ചേർക്കണം കേട്ടോ. എന്നാലാണ് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതല്ല കാസ്റ്റർ ഓയിലാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ കാസ്റ്റർ ഓയിലും ചേർക്കാം, വൈറ്റമിൻ ഇ ടാബ്ലറ്റും ചേർക്കാം, കുഴപ്പമില്ല. വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ എൻ്റെ അടുത്ത് ഇന്നില്ല. ഞാൻ കുറേ നോക്കി, ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് കൺപീലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൺപീലിയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എരിയും കേട്ടോ.
റൂട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൺപീലി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഉണ്ടാക്കുന്നില്ല, അപ്പോൾ കണ്ണിലും കൂടി ഇട്ട് കൊടുത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബഡ്സ് എല്ലാം എടുത്തിട്ട് മൊത്തത്തിൽ താടിയിലും ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഫ്രിഡ്ജിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എല്ലാത്തിനും റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഫ്രഷ് ആയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതങ്ങനെ പിടിക്കും. അതല്ല നിങ്ങൾക്ക് രാത്രി അപ്ലൈ ചെയ്യേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് ഒരു 1 മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നേരത്തൊന്ന് ഫേസ് വാഷ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് നന്നായിട്ട് ഒട്ടും മീശയില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നല്ല റിസൾട്ട് കിട്ടും. പിരികം നന്നായിട്ട് കട്ടിയോട് വളരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ മാസമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം. യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടിയ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഞാൻ ട്രൈ ചെയ്തിട്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അതെന്തായാലും റിസൾട്ട് കിട്ടും. ബോയ്സിനായാലും ഗേൾസിനായാലും മുടി നന്നായിട്ട് ഉള്ളോടെ തിക്കായി പോയ എവിടെയൊക്കെ മുടി കിളിർത്ത് വരാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നും കൂടിയാണ്. ആ വീഡിയോ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.